വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ പാൽവാഴക്ക റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി പല നാടുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ചവ്വരി എന്നും സാബൂനരി എന്നും സാഗോ സീഡ്സ് എന്നും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ നാടുകളിൽ സാബൂനരി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലേക്ക് ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് സമയം ഞാനിത് കുതിരാനായി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാനായി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു പ്ലേറ്റിനകത്തേക്ക് പഴം 4ആയി കട്ട് ചെയ്തതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് കൂടുതൽ പഴുത്ത പഴം എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് കറച്ചൊവ്വയുള്ള പഴവും എടുക്കാതിരിക്കുക. അത്യാവശ്യം പഴുത്ത പഴം തന്നെ ഇതിനു വേണ്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 5 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാനായി വെച്ചിരുന്ന ചവ്വരി 30 മിനിറ്റിന് ശേഷം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിരുന്നു. ആ ചവ്വരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചവ്വരി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചത് കൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രം അല്ല, സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം ഇതിൻ്റെ കളർ ഏകദേശം മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പഴം ഞാൻ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ നേന്ത്രപ്പഴം നെയ്യിൽ വഴറ്റിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത് പഴം ഡയറക്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ പഴം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് സമയം ആ പഴം കുക്കാവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പഴം കുക്കാവുന്ന സമയം കൊണ്ട് ചവ്വരിയും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറി, വൈറ്റ് പോർഷൻ മാറി, ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവുമ്പോഴാണ് ഇത് കുക്കായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത ശേഷം ഒന്നുകൂടെ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം പാത്രത്തിനകത്തേക്ക് 3 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പാൽ ആ പഴം കുക്ക് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ചെയ്തെടുക്കാറ് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്. കാരണം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് പാൽ പിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ പാൽ ഒന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബനാനയുടെയും സാഗോ സീഡ്സിൻ്റെയും പാത്രത്തിനകത്തേക്ക് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ പഴമെല്ലാം ആ പാലിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്കിത് ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പാലും വെള്ളവും എല്ലാം ചേർത്ത് ഒരു ലൂസായ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. കാരണം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നുകൂടെ തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു തവണ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കോക്കനട്ട് മിൽക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കണം. അതിനായി ഒരു പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കാഷ്യൂ നട്ട്സ് നല്ലോണം റോസ്റ്റായി എടുക്കുക. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് റേസിൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ പഴം കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്തിരുന്നു ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഇത് കുറച്ച് കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയായി മാറിയിട്ടുണ്ടാവും. അല്ലാതെ അധികം കുറുകിയ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. കുറച്ച് ലൂസാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ബൗളിനകത്തേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ ബനാനയുടെ പീസും എടുത്ത് വെച്ചിരുന്നു. അത് ഇതിന് മുകളിലായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സാഗോ സീഡ്സ് കുതിർത്ത് വെച്ച് തന്നെ ഉണ്ടാക്കണം. സാഗോ സീഡ്സ് കുതിർക്കാതെയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കുതിർത്തെടുക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതേസമയം കുതിർക്കാതെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 15 മിനിറ്റിലധികം കുക്ക് ചെയ്യാൻ ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ ഞാനിതിവിടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.